ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. 20-ാമത്തെ സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുകയാണ്. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. 20-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്, ദൈവം കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. മനുഷ്യന് കഷ്ടകാലം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. വിശ്വാസിക്ക് അല്ലെങ്കിൽ ദൈവഭക്തൻ്റേതായിട്ടുള്ള ദുഃഖമുണ്ട്. അവിശ്വാസിക്ക് അല്ലെങ്കിൽ ലോകജാതികൾക്ക് അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. ഭക്തനായാലും ലോകപ്രകാരമുള്ള ലോകജാതി ആയാലും ഈ ലോകത്തിൽ ജനിക്കുന്നത് തന്നെ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ കഷ്ടതയ്ക്കായിട്ടാണ് അവർ ജനിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് ഈ ഒരു കാലം, അതായത് കഷ്ടകാലം. സഭാപ്രസംഗി പറയുന്നത് എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കല്ല് പെറുക്കി കൂട്ടാനൊരു കാലം, കല്ല് എറിഞ്ഞു കളയാനൊരു കാലം, അനുഗ്രഹിക്കാനൊരു കാലം, അനുഗ്രഹിക്കപ്പെടാതിരിക്കാനൊരു കാലം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും, ഭൂമിയിലുള്ള സകല അനുഭവങ്ങൾക്കും ഒരു കാലമുണ്ട്. ഇതുപോലൊരു കാലമാണ് കഷ്ടകാലം എന്ന് പറയുന്നത്. അത് മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയാൻ സാധിക്കാത്ത ഒന്നാണ്. എന്നാൽ അതിനു വേണ്ടിയിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച സമയം മുതൽ ഇനി വീണ്ടും ക്രിസ്തുയേശു എന്ന നീതിമാൻ ഈ ലോകത്തെ ഭരിക്കുന്നത് വരെയും ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിനുള്ള കഷ്ടാനുഭവത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു മനുഷ്യനും ജീവിതം മുഴുവനും സന്തോഷിച്ച് തൻ്റെ ഹൃദയപ്രകാരം ആനന്ദിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. കാരണം അവൻ നിശ്ചയമായിട്ടും കഷ്ടകാലം എന്ന ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോയേ പറ്റൂ. ഇതിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട്. ആ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തത്, അവൻ ഈ അനുഭവിക്കുന്ന കഷ്ടത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു, ഞാനിങ്ങനെ കഷ്ടപ്പെടാൻ തക്കവണ്ണം ഞാൻ എന്തു ചെയ്തു, അല്ലെങ്കിൽ എന്തിനാണ് ഞാനിങ്ങനെ ദിനം പ്രതി വേദന അനുഭവിക്കുന്നത്, എൻ്റെ സൃഷ്ടി എന്താണ്, എന്നെ സൃഷ്ടിച്ചവൻ ആരാണ്, സകലത്തിനുടയവൻ ഒരാളുണ്ടോ, ഇതിൻ്റെയൊക്കെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്ഞാനശക്തി എവിടെയും കാണാം, ഏത് സൃഷ്ടിയിലും കാണാം. അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെയും പിന്നിൽ വെളിപ്പെടാതിരിക്കുന്ന ആ ശക്തി എന്താണ്? ഇത് അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇങ്ങനെ മനുഷ്യന് ഉണ്ടാകുന്ന കഷ്ടകാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ്റെ കഷ്ടത്തിൻ്റെ ഒരു ഭാഗം തീർന്നുപോയി. ആ ഭാഗം തീരുന്നതിനെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്, പീഡയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു. അതായത് മനുഷ്യൻ ജനിച്ചാൽ ഭക്തൻ്റെ കാര്യമല്ല, ലോകജാതിയുടെ കാര്യമാണ്. മനുഷ്യനായി ജനിച്ചോ അവന് പീഡയുണ്ട്, കഷ്ടമുണ്ട്, സങ്കടമുണ്ട്. എന്നാൽ അവർ ആ സമയത്ത് ദൈവം ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നത് എന്തിന്, ഞാൻ ചെയ്ത ദോഷമെന്ത്, ഞാനിത് അനുഭവിക്കാനുണ്ടായ കാരണമെന്ത് മുതലായ കാര്യങ്ങൾ അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ അളവിൽ എൻ്റെ ദൈവമേ എന്നൊരു വാക്ക് അവനിൽ നിന്ന് വരണം. എന്നാൽ അവൻ അത് ചെയ്യില്ല. വചനം പറയുന്നത്, അവൻ അയ്യം വിളിക്കും. അയ്യോ അയ്യോ എന്ന് വിളിക്കുന്നതല്ലാതെ എൻ്റെ ദൈവം എവിടെയെന്ന് ഒരുത്തിനും ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കഷ്ടം അങ്ങനെ തന്നെ കഷ്ടമായിട്ട് തന്നെ നിൽക്കുന്നു. അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, യുക്തിയുള്ള ഒരു മനുഷ്യൻ, അതായത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ സമയത്ത് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. ആ കാര്യം ഇവിടെ നമ്മൾ വായിക്കുകയാണ് ഇപ്രകാരം. ഇയ്യോബിൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, പീഡയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു,
മഹാന്മാരുടെ ഭുജം നിമിത്തം അവർ നിലവിളിക്കുന്നു. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന, പീഡ, ശക്തന്മാരുടെ, ദുഷ്ടന്മാരുടെ പ്രവർത്തനം, ഇത് നിമിത്തം മനുഷ്യൻ അയ്യം വിളിക്കുക. പീഡയുടെ പെരുപ്പ് ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു, അവർ നിലവിളിക്കുന്നു. എങ്കിലും ഈ സമയത്ത് ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അയ്യോ ദൈവമേ, എനിക്കിത് വന്നല്ലോ. ഇങ്ങനെ വിളിക്കുന്നതിന് പകരം രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും, എന്നെ സൃഷ്ടിച്ചത് എൻ്റെ ആത്മാവ് ഇങ്ങനെ അയ്യം വിളിക്കാനല്ല, പിന്നെയോ രാത്രി കാലങ്ങളിൽ ദൈവത്തിന് സ്തോത്രഗീതം പാടും. അതുകൊണ്ടാണ് മനുഷ്യനെ, എല്ലാ മനുഷ്യരെയും ദൈവം രാത്രിയിൽ സന്ദർശിക്കും. ഒരാളെ മാത്രമല്ല, മനുഷ്യനായി ജനിച്ചിട്ടുള്ള സകലരെയും ഗാഠനിദ്ര ഉണ്ടാകുമ്പോൾ ദൈവം സന്ദർശിക്കും. എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരാത്മാവ് അവരുടെ ഉള്ളിലുണ്ട്. ഈ ആത്മാവ് ദൈവം അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് പാടണം. എന്ത്? സ്തോത്രഗീതം പാടണം. എന്തിന്? തന്നെ സൃഷ്ടിച്ചവനോടുള്ള നന്ദി, തന്നെ ഇത്രയും കാലം ഈ ലോകത്തിലേക്ക് ജനിപ്പിച്ചതും ജീവിപ്പിച്ചതും തനിക്ക് വേണ്ടത് നൽകിയതും ഇന്ന് തൻ്റെ അടുക്കൽ വരുന്നതുമായ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇത് ഒരു മൃഗങ്ങൾക്കില്ലാത്തതും മനുഷ്യർക്ക് മാത്രമുള്ളതുമായ ഒരു വിശേഷതയാണ്. ഇത് ഒരു മനുഷ്യൻ അന്വേഷിച്ചിരിക്കണം. അപ്പം അങ്ങനെ നൽകുന്ന ദൈവം ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും. ഭൂമിയിലെ മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങൾ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ബുദ്ധിയുള്ള മൃഗങ്ങളുണ്ട്, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളുണ്ട്. എന്നാൽ മനുഷ്യന് മൃഗങ്ങളെക്കാൾ ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ചില മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ, അയ്യോ ഇതിനേക്കാൾ എത്ര ഭേദം മൃഗങ്ങൾക്ക് ഇതിനേക്കാളും ബുദ്ധിയുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല. മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് എത്ര മൂഢനാണെങ്കിലും അവനെ അതിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാം. വളർത്തിക്കഴിഞ്ഞാൽ അവൻ മഹാജ്ഞാനിയായി തീരാൻ ദൈവം വിചാരിച്ചാൽ സാധിക്കും. എന്നാൽ ഒരു മൃഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ബുദ്ധിയുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു ജീവിയാണ് ഒട്ടകപ്പക്ഷി. ബുദ്ധി ഉള്ളതെന്ന് വിചാരിക്കുന്ന ഒരു ജീവിയാണ് കുറുക്കൻ. അതുപോലെ തന്നെ കുയിലിൻ്റെ കൂട്ടിൽ, കാക്കയുടെ കൂട്ടിൽ കുയിൽ വന്ന് മുട്ടയിട്ടിട്ട് പോകും. അപ്പോൾ കുറെ കഴിയുമ്പോൾ കുഞ്ഞ് വിരിയുമ്പോൾ മുട്ട കാക്ക അടയിരുന്ന് ആ ചൂട് കൊണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ കാക്കയുടെ മുട്ടകൾ വിരിയുന്നതോടൊപ്പം കുയിലിൻ്റെ മുട്ടകളും വിരിയും. വിരിഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇത് തൻ്റെ കുഞ്ഞല്ല. കാരണം കാക്കയുടെ കളറ് കറുപ്പാണ്, കുയിലിൻ്റെ പുള്ളിയുള്ളതാണ്, വെള്ളയൊക്കെ കൂടിയതാണ്. ഇതെങ്ങനെ ഇതിൽ വന്നു? ഇത് കുയിൽ ചെയ്തതാണ്. ഇത് അറിയുമ്പോഴേക്കും കുയിലിൻ്റെ കുഞ്ഞങ്ങ് പറന്നു പോവുകയും ചെയ്യും. അപ്പോൾ കാക്കയ്ക്ക് പറ്റിയ അബദ്ധമാണ്. ഇത് മാറ്റിയാൽ മാറില്ല. അതായത് അവയ്ക്ക് സ്വാഭാവികമായി ദൈവം കൊടുത്തിട്ടുള്ള ബുദ്ധിക്ക്, വംശത്തിന് കൊടുത്തിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത് സ്ഥിരമാണ്, ഒരിക്കലും മാറ്റം വരുന്നതല്ല. അതങ്ങനെ തന്നെ എന്നും ഉണ്ടാവും. അവിടെ കുറുക്കൻ്റെ ബുദ്ധി, ഒട്ടകപ്പക്ഷിയുടെ ബുദ്ധിയില്ലായ്മ, ഇതൊന്നും മാറ്റിയാൽ മാറുന്നതല്ല. കാരണം അവയ്ക്കൊക്കെയും സ്വാഭാവികമായി ദൈവം കൊടുത്തിട്ടുള്ള ബുദ്ധിയിൽ മാത്രമേ അവ നിൽക്കൂ. എന്നാൽ നാം ഈ പറഞ്ഞ കാക്കയുടെയോ കുയിലിൻ്റെയോ കുറുക്കൻ്റെയോ ബുദ്ധി പോലും ഇല്ലാത്ത എത്രയോ മനുഷ്യരെ നമുക്ക് ഈ ലോകത്തിൽ കാണാം. നമ്മൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നേരെ ചെന്ന് നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്ന മനുഷ്യർ. ഈ പട്ടണങ്ങളിലൊക്കെ നടക്കുന്ന മൃഗങ്ങളുണ്ട്. കാള, പശു, ഇതൊക്കെ പട്ടണത്തിൽ അഴിച്ചുവിട്ട് അതിങ്ങനെ സൗകര്യം നോക്കി തങ്ങൾക്ക് കിട്ടുന്ന പച്ചക്കറിയുടെ അംശം, ആളുകൾ വേസ്റ്റ് കളയുന്നത്, ഇങ്ങനെയുള്ളതൊക്കെ സൂത്രത്തിൽ തിന്ന് ആർക്കും ഉപദ്രവം കൂടാതെ ഇത്രയും തിരക്കേറിയ പട്ടണത്തിൽ ജീവിച്ചു പോകുന്ന മൃഗങ്ങളുണ്ട്.
അവയുടെ ആ കൊമ്പൊന്ന് അനക്കി കഴിഞ്ഞാൽ വഴിയിൽ നിൽക്കുന്നവർക്കൊക്കെയും ദോഷം വരും. ആ വഴിയിൽ നിൽക്കുന്ന പല കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. തിങ്ങി നിറഞ്ഞ ഈ തെരുവിൽ ഇങ്ങനൊരു കാളയോ പശുവോ നിൽക്കുന്നു എന്ന് അറിഞ്ഞാൽ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഈ മൃഗങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആർക്കും ഒരു ദോഷം വരാത്ത നിലയിൽ ആരെങ്കിലും തങ്ങളെ കണ്ട് പേടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നിന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം പതുക്കെ ആർക്കും ദോഷം കൂടാത്ത രീതിയിൽ, ആരും ഭയപ്പെടാൻ ഇടയില്ലാത്തവണ്ണം അവയങ്ങ് നടന്നു പോകും. അപ്പോൾ അവയുടെ ബുദ്ധി നോക്കണം. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ ഒരു മനുഷ്യൻ വരുമ്പോൾ യാതൊരു തരത്തിലുള്ള പരിസരബോധവുമില്ലാതെ, യാതൊരു തരത്തിലും അത് ആചാരമര്യാദകളോ ഒന്നുമില്ലാതെ തങ്ങൾ വയലിൽ നിന്ന് തുപ്പുന്നവർ, കയ്യിലുള്ള വേസ്റ്റ് വലിച്ചെറിയുന്നവർ, മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർ ഒക്കെ നമുക്ക് കാണാം. അവിടെ നമ്മൾ താരതമ്യം വരുമ്പോൾ ഈ മൃഗത്തിനാണോ ഈ മനുഷ്യനാണോ ബുദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, ആ മൃഗത്തിന് തന്നെയാണ് എന്ന് നമ്മൾ സമ്മതിച്ചു പോകും. പക്ഷേ വചനം പറയുന്നത് ഈ മൃഗത്തെ ഇങ്ങനെയുള്ള ആ ബുദ്ധിയിൽ നിന്ന് ഒന്ന് കയറ്റി അവനെ ബുദ്ധിയും ജ്ഞാനവും ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത്രയും അധമനായ ഈ മനുഷ്യനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ, അവൻ ജ്ഞാനം കൊടുത്താൽ, അവന് ബുദ്ധി കൊടുത്താൽ, അവൻ അനുസരണത്തിൽ വളർന്നാൽ, അവൻ ആർക്കും വിചാരിക്കാനോ കണക്ക് കൂട്ടാനോ സാധിക്കാത്ത നിലയിലുള്ള വളർച്ചയിൽ അവൻ എത്തിച്ചേരും. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ഇത് സമൂഹത്തെ ശ്രദ്ധിക്കുന്നവർക്കും ലോകത്തെ ശ്രദ്ധിക്കുന്നവർക്കും പരിസര സാഹചര്യത്തെ ശ്രദ്ധിക്കുന്നവർക്കും വ്യക്തമായിട്ട് അവർക്ക് ഗ്രഹിക്കാൻ കഴിയും. അവിടെ വചനം പറയുന്നത്, തനിക്ക് കഷ്ടത വരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കേണ്ട വിഷയമാണ്, മൃഗങ്ങളെക്കാൾ ബുദ്ധി നൽകുന്ന ഒരു ദൈവമുണ്ടോ? ഉണ്ട്. രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്ന ഒരു ദൈവമുണ്ടോ? ഉണ്ട്. അടുത്തത്, ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി. ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നതുമായി. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നതും പക്ഷികളെക്കാൾ ജ്ഞാനമുള്ളതുമാക്കുന്നതുമായ എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സമൂഹത്തെയും ലോകത്തെയും ശ്രദ്ധിക്കുന്നതിന് മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കൂ. ഏതൊക്കെ കണ്ടെത്താൻ? രാത്രിയിൽ ദൈവം തൻ്റെ ജനത്തിന്, തൻ്റെ മനുഷ്യർക്ക് സ്തോത്രഗീതങ്ങളെ നൽകുന്നവനാണ്. 2, മൃഗങ്ങളെ പോലെയല്ല. മൃഗങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവ വളരുന്നതിന്, ബുദ്ധിയിൽ വളരുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അവനെ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ വലിയൊരു നിലയിലെത്തും. 3, ആകാശത്തിലെ പക്ഷികളിൽ ജ്ഞാനമുണ്ട്, അവയിൽ ജ്ഞാനമുണ്ട്. അതിനേക്കാൾ ജ്ഞാനമുള്ളവനാണ് മനുഷ്യൻ. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ മനുഷ്യൻ കഷ്ടകാലത്തും പീഡിപ്പിക്കപ്പെടുമ്പോഴും വേദനിക്കപ്പെടുമ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഇതെന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ചത്. ഇങ്ങനെ കഷ്ടത്തിൽ എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ പീഡ നീങ്ങിപ്പോകുന്നില്ല, അവൻ്റെ കഷ്ടം നീങ്ങിപ്പോകുന്നില്ല. ജീവിതം മുഴുവനും ഇത് അനുഭവിച്ചുകൊണ്ട് അവൻ മരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കഷ്ടത്തിൽ ഉത്തരമരുളുക എന്ന് പറഞ്ഞാൽ, കഷ്ടത്തിൽ എന്തിനാണ് നീ ഈ കഷ്ടം അനുഭവിക്കുന്നതെന്ന് ദൈവം അറിയിക്കണം. നീ ഈ കഷ്ടം അനുഭവിക്കുന്നതിന് കാരണം ദൈവത്തെ അന്വേഷിക്കാനാണ്. രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്ന ഒരു ദൈവമുണ്ട്, മൃഗങ്ങളെക്കാൾ നിന്നെ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, പക്ഷികളെക്കാൾ നിന്നെ ജ്ഞാനിയാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമാണ് നിന്റെ കഷ്ടകാലമെന്ന് ദൈവം പറയുമ്പോൾ
മതി. അവൻ്റെ ജീവിതത്തിൽ സന്തോഷമായി. അവൻ ആ സമയത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയും. എൻ്റെ ദൈവം എവിടെ? അവൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അന്ന് അന്ന് അവനിൽ നിന്ന് തീരുന്ന പീഡകളും കഷ്ടങ്ങളുമുണ്ട്. അത് ചെയ്യാതെ വരുമ്പോൾ ആയുഷ്കാലം മുഴുവനും അവൻ ഈ കഷ്ടതയും ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പറയുകയാണ്, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. നീ ഈ കഷ്ടവും പീഡയും ആയുഷ്കാലം മുഴുവൻ അനുഭവിച്ച് നിലവിളിച്ച് ആയുഷ്കാലം പൂർത്തിയാക്കേണ്ട കാര്യമില്ല. ഇതിനൊരു ഉത്തരമുണ്ട്. ഒരു ഉത്തരമുണ്ട്. ദൈവത്തെ അന്വേഷിച്ചാൽ മതി. ദൈവത്തെ കണ്ടെത്തിയാൽ മതി. ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചാൽ മതി. അപ്പോൾ നിന്നെ ഈ പീഡയിൽ നിന്ന് ദൈവം വിടുവിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.